ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ക്രൈസ്തവ സംഘടനകൾ. സുക്മ ജില്ലയിലെ സദ്രപാൽ ഗ്രാമത്തിലാണ് ഏറ്റവും ഒടുവിലായി ആക്രമണം നടന്നത്. മതപരിവർത്തനം ആരോപിച്ചാണ് ഹിന്ദുത്വ സംഘടനകൾ അക്രമം അഴിച്ചുവിട്ടത്. നിരന്തരമുണ്ടാകുന്ന ഈ അക്രമ സംഭവങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ക്രൈസ്തവ സംഘടനകൾ എംപിമാർക്ക് കത്തയച്ചു. ക്രൈസ്തവർക്ക് നേരെ അക്രമം പതിവായെന്നും സർക്കാരിന്റെ അനുവാദത്തോടെയാണ് അതിക്രമം നടക്കുന്നത് എന്നും പി സന്തോഷ് കുമാർ MP കുറ്റപ്പെടുത്തി. കന്യാസ്ത്രീകൾക്കും മിഷണറിമാർക്കും ഒക്കെ എതിരെ വ്യാപകമായ അക്രമമാണ്. ഇതിന് കാരണമായിട്ട് മതപരിവർത്തനം പറയുന്നുണ്ടെങ്കിലും അതൊന്നും വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്. സംഘപരിവാറിന്റെ അസഹിഷ്ണുതയാണ് അടിസ്ഥാന കാരണം. ഇത് ഒരു തരത്തിലും ഇതൊന്നും ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി നടക്കുന്ന ഒരു കാര്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഈ ആളുകൾക്ക് കൂട്ടാണ്. അപ്പൊ അവിടെ നിരന്തരമായി ഈ കുട്ടികളെയും കന്യാസ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയ ഒരു ബജരംഗ നേതാവുണ്ട്. ആ സ്ത്രീ എല്ലാ ദിവസവും ഇറങ്ങി നടക്കുന്നുണ്ട്. പക്ഷെ 10-30 കേസ് അവരുടെ പേരിലുണ്ട്. ഒന്നുപോലും അറസ്റ്റ് ചെയ്യുന്നില്ല. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ക്രൈസ്തവർക്കെതിരായ ആക്രമണം അത് പതിവാകുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ വീണ്ടും ക്രൈസ്തവർക്കെതിരെ ആക്രമണം ഉണ്ടായി. പോലീസ് ഇതിൽ കേസെടുക്കുന്നതിലും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിലും വലിയ അലംഭാവം കാണിക്കുന്നു എന്ന വിമർശനമാണോ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത്? ഇതിൽ MPമാരുടെ ഇടപെടൽ ആവശ്യപ്പെട്ടാണോ അവർ കത്തയച്ചതും? ദിവ്യ, രാവിലെ മീഡിയ വൺ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന സമയത്ത് മറ്റ് ഒരു മാധ്യമങ്ങളോ മറ്റു ജനപ്രതിനിധികളോ ഉൾപ്പെടെ ആരും ഈ വാർത്ത ഏറ്റെടുക്കാൻ ഉണ്ടായിരുന്നില്ല. അതായത് സുക്മ ജില്ലയിലടക്കം വലിയ തരത്തിൽ വ്യാപകമായിട്ടുള്ള അക്രമമാണ് നടന്നത്. ജനക്കൂട്ടം ഈ ക്രിസ്ത്യാനികളായ ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒത്തുചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഭീകരമായ അറ്റാക്ക് അവർക്ക് നേരെ ഉണ്ടായത്. ഹിന്ദുത്വവാദികളായിരുന്നു ആദ്യം ആക്രമിച്ചത്. അതിനുശേഷമാണ് ഈ ക്രൈസ്തവ സംഘടനകളുടെ നേതാക്കന്മാർ നമ്മെ ബന്ധപ്പെടുകയും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുകയാണ്. MPമാർ ഉൾപ്പെടെയുള്ളവരെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്.